നമസ്കാരം. അതായത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു ആദ്യം. അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർഡ് ഇന്ത്യ വിടുകയാണോ എന്നുള്ളത്. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഫോർഡ് ഇന്ത്യ വിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ പറയുന്നത് പ്ലാന്റുകൾ അടച്ചു പൂട്ടി, നിർമ്മാണം നിർത്തി. അതായത് ഫിഗോ ആണെങ്കിലും ആസ്പെയർ ആണെങ്കിലും ഫ്രീ സ്റ്റൈൽ ആണെങ്കിലും ഇനി ഇക്കോ സ്പോർട്ട് ആണെങ്കിലും ഒക്കെ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ കിട്ടൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫിഗോയുടെ മുന്നിലാണ് നിന്നിരുന്നത്. നമ്മുടെ ഫിഗോ ഉണ്ട്, നമുക്ക് ഫിഗോയ്ക്കകത്ത് ഇരുന്ന് സംസാരിക്കാം. അതായത് ആദ്യമേ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം, തൽക്കാലം ഞാൻ ഈ വണ്ടി വിൽക്കാൻ പോകുന്നില്ല. ഇത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായിട്ട് ഇപ്പോൾ ഹീറോയിസം കാണിച്ചിട്ട് ഞാൻ ഇത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞതിനകത്ത് കയറിയിരുന്നു. പക്ഷേ അതല്ല അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ വണ്ടി പുതിയതായിട്ട് മേടിച്ച കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും പുതിയ ഇക്കോ സ്പോർട്ട് ബുക്ക് ചെയ്ത് കാത്തിരുന്ന് കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ DPF ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നേരെ കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ശരിക്കും പേടിയുണ്ട്. ആ പേടിയുടെ കാര്യം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം 10-13 ലക്ഷം രൂപയാണ് വണ്ടിയുടെയൊക്കെ വില എന്ന് പറയുന്നത്. അതായത് കൂടിയ വില പറയുന്നത്. ആ വിലയുടെ പകുതി പൈസയോ അല്ലെങ്കിൽ കാൽഭാഗമോ കൊടുത്ത് ബാക്കിയെല്ലാം EMI 5-7 വർഷത്തേക്ക് EMI ഒക്കെ അടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ബേസിക്കലി പേടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വണ്ടികളിലെ പാർട്സ് കിട്ടില്ലേ, അല്ലെങ്കിൽ ഇതെങ്ങനെ സർവീസ് ചെയ്യുന്നതാണ്. ഫോർഡിന് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, സർവീസ് സപ്പോർട്ടോ വാറൻറ്റിയോ അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന വണ്ടികൾ അതിൻ്റെ നിർമ്മാണമാണ് നിർത്തിയേക്കുന്നത്. ആ പ്ലാന്റുകളാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അതായത് ടെമ്പററി അടച്ചൊക്കെയല്ല, ഷട്ട് ഡൗൺ ചെയ്തേക്കാണ്. This means in the time to come, Ford will shift from an existing set of locally produced products to a global portfolio. The sale of our current products such as Figo, Aspire, Freestyle, EcoSport and Endeavour will continue only while we have them in our inventory. അതിൽപ്പെടുന്ന വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ആസ്പെയർ, ഇതിൻ്റെ പുതിയ മോഡൽ, പിന്നെ ഇക്കോസ്പോർട്ട്, ഫിഗോ, പിന്നെ ഫ്രീ സ്റ്റൈലൊക്കെ. ഇപ്പോൾ ഫിഗോയുടെ കാര്യം പറയുമ്പോൾ ഫിഗോയുടെ ഏറ്റവും പുതിയ വണ്ടികൾ വാങ്ങിയ ആൾക്കാരുണ്ട്. ഏറ്റവും പുതിയ വണ്ടി വാങ്ങിയ ആൾക്കാരെന്ന് പറയുമ്പോൾ AMTകളുടെ ലോകത്ത് അല്ലെങ്കിൽ AMTകളുടെ ആ ഒരു തരംഗത്തിനിടയിലേക്ക് ടോർക്ക് കൺവേർട്ടറുമായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ഫിഗോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വൈറ്റ് ഫിഗോയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ വാങ്ങിയ ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ട് പിറ്റത്തെ മാസം കേൾക്കുന്നത് കമ്പനി നിർത്തുന്നു അല്ലെങ്കിൽ കമ്പനി ഇന്ത്യയിൽ നിന്ന് വിടുന്നതാണ്. അതിൻ്റെ കൂടെ പറയാനുള്ള കാര്യം, അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ മാനുഫാക്ചറിങ് മാത്രമേ നിർത്തുന്നുള്ളൂ, സർവീസോ അല്ലെങ്കിൽ സെയിൽസ് സപ്പോർട്ടോ നിർത്തുന്നില്ല. അതായത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മസ്താങ് പോലുള്ള അല്ലെങ്കിൽ റേഞ്ചർ സീരീസുള്ള വണ്ടികൾ, മാച്ചി എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക്കാണ്, നിങ്ങളുടെ വണ്ടികളൊക്കെ തന്നെ അവർ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം അതൊക്കെ നടക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. അതായത് ഷെവർലെ ഇവിടുന്ന് പോകുമ്പോഴും എനിക്ക് തോന്നുന്നു അവരും കൊടുത്തിരുന്ന ഹോപ്പുകൾ, അല്ലെങ്കിൽ ഫിയറ്റ് ആണെങ്കിലും അവരും കൊടുത്തിരുന്ന ഹോപ്പ്. ഇന്നലെ ഒരാൾ വിളിച്ചെന്നോട് പറഞ്ഞ കാര്യം, ഫിയറ്റ് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും പ്രതീക്ഷയൊന്നുമില്ല, കാരണം പോയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, ഫോർഡ് സർവീസ് സെൻ്ററുകൾ ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്, ക്ലോസ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യാതിരുന്നാലാണ് ഇത്രയും ആളുകളുടെ ആ ഒരു വിശ്വാസ്യത അവർക്ക് വീണ്ടും ആ ഒരു വിശ്വാസത്തേക്ക് ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഫോർഡിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വളരെ വലുതാണ്. ഇവിടെയല്ല, ഇന്ത്യയിലല്ല, പുറത്ത്. ഇപ്പോൾ ഞാൻ ജർമ്മനി പോയ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൂടാതെ റഷ്യയിൽ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഫോർഡുകളുടെ വണ്ടികൾ ഒത്തിരി ക്യൂരിയോസിറ്റിയോടെ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വണ്ടി ആസ്പെയർ ആണ്. അപ്പോൾ നമ്മൾ ഫോർഡിൻ്റെ വണ്ടികൾ അഡ്മയർ ചെയ്യുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീലും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ക്വാളിറ്റിയൊക്കെ അഡ്മയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ചിലരെങ്കിലും ഫോർഡിൻ്റെ ആ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നോ അല്ലെങ്കിൽ ഫോർഡിൻ്റെ ഒരു സ്തുതിപാഠകനെന്നോ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു വണ്ടി മേടിച്ചിട്ട് എനിക്ക് ഹാപ്പിനെസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പല പ്രമുഖരുടെ വാക്കുകൾ ഇറങ്ങെടുത്ത് പറഞ്ഞാൽ, ഇപ്പോൾ റിലയബിൾ ആയിട്ടൊരു വണ്ടി ബോറായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാളും കുറച്ചൊരു ഇഷ്യൂ ഒക്കെ ഉള്ള വണ്ടി, കുറച്ച് ഫണ്ണാണെങ്കിൽ അത് ഓടിച്ച് നടക്കുകയാണ് എന്നെ സംബന്ധിച്ച് നല്ല കാര്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്പെയറിന് ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാനത് കാല് കൊടുത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും അല്ലെങ്കിൽ ആ ഒരു ഫണ്ണൊക്കെ ശരിക്കും ആസ്വദിച്ച് ഓടിക്കുന്നതാണ്. അത് എൻ്റെ ഫേവറേറ്റ് കാറാണ് ഫോർഡ് ഫിഗോ ആസ്പെയർ. സ്റ്റിൽ അത് എനിക്ക് തോന്നുന്നു കണ്ടിന്യൂ ചെയ്യും. കാരണം ഞാൻ തൽക്കാലം ഈ വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു അപ്ഗ്രേഡ് വേണം, അല്ലെങ്കിൽ ഒരു വണ്ടി പുതിയത് എടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നു. അതായത് അത് വണ്ടിയുടെ ഒരു പ്രശ്നം കൊണ്ടല്ല, SUVകളോടുള്ള പ്രേമം കൊണ്ടാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ആഗ്രഹത്തിൽ വരുന്ന ആദ്യത്തെ വണ്ടി എൻ്റെവറായിരുന്നു. ഈവൻ ദോ നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു കാര്യം നമുക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ, നമ്മൾ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ മാർക്കറ്റ് അനലൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സാലറിയുടെ ഒരു 10% അല്ലെങ്കിൽ 20% മാത്രമേ EMI അടയ്ക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ അടയ്ക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, ഫിനാൻഷ്യൽ ലൈഫിൻ്റെ കാര്യമാണ്. അത് കേട്ടിട്ടും സാലറിയുടെ 50% EMI അടച്ചിട്ടാണ് ഞാൻ ഈ ആസ്പെയർ 2017 എടുക്കുന്നത്. അപ്പോൾ
അതെടുത്തിട്ട് ഇത്രയും കാലം ഞാൻ ഓടിച്ചു, ഇനിയും ഇപ്പോഴും EMI തീർന്നിട്ടില്ല, EMI തീരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ EMI തീരാത്തൊരു വണ്ടി ഞാൻ എന്തായാലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. എനിക്ക് തോന്നുന്നു ഷെവർലെ പോകുമ്പോൾ അവർക്ക് ആ ഒരു ഇപ്പോൾ ഉള്ള അത്രയൊരു ബർഡൻ ഉണ്ടാവില്ല, അതായത് ഇത്രയുള്ള റിസ്ക്കുകൾ ഉണ്ടാവില്ല. കാരണം ഷെവർലെ പോയപ്പോൾ എക്സ്റ്റൻഡ് വാറൻറ്റി 5 വർഷം അങ്ങനെയുള്ള സ്കീമൊന്നും ഇല്ല. പക്ഷേ ഫോർഡിൻ്റെ കാര്യം അങ്ങനെയല്ല. ഫോർഡ് ഇപ്പോൾ കൊടുത്ത വണ്ടികൾക്കും 5 വർഷം വാറൻറ്റി പറഞ്ഞിട്ടുണ്ട്. 5 വർഷം വാറൻറ്റി ഉണ്ട്, എക്സ്റ്റൻഡ് വാറൻറ്റി അടക്കം പല വണ്ടികൾക്കും. എൻ്റെ വണ്ടി 4 ഇയേഴ്സ് വാറൻറ്റിയുള്ള വണ്ടിയായിരുന്നു. ഞാൻ 5ാമത്തെ വർഷം വാറൻറ്റി എന്തുകൊണ്ടോ എനിക്ക് അതങ്ങോട്ട് തോന്നിയില്ല, അത് ഹോൺ മാറ്റണം അങ്ങനെ കുറച്ച് സ്വാർത്ഥമായ താല്പര്യങ്ങൾ കൊണ്ട് ഞാൻ വാറൻറ്റി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി വാറൻറ്റി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതല്ല ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ പുതിയ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. എക്കോസ്പോർട്ട് ആണെങ്കിലും ഇപ്പോൾ പുതിയ ഫിഗോ ആണെങ്കിലൊക്കെ 5 വർഷത്തോളം വാറൻറ്റിയൊക്കെയുള്ള വണ്ടികളാണ്. അപ്പോൾ ആ വാറൻറ്റി പ്രോമിസ് കീപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയെങ്കിലും അവർക്ക് സർവീസ് സെൻ്ററുകൾ ഓടിച്ചേ പറ്റുള്ളൂ. സർവീസ് സെൻ്ററുകൾ അപ്പോൾ തുടരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇപ്പോൾ ഞാൻ പറയുന്നു, അപ്പോൾ സർവീസിനൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഈ വണ്ടികളൊക്കെ തന്നെ ഒരു പാനിക് വിൽപ്പന നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും, ഫോർഡിൻ്റെ വണ്ടി ഇന്ത്യയിൽ കിട്ടില്ലല്ലോ, അതായത് ഫോർഡിന് ഇന്ത്യയിലേക്ക് വണ്ടി കൊണ്ടുവന്നാലും വില കൂടിയ വണ്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇക്കോസ്പോർട്ടുകളും ബാക്കിയുള്ള ഫിഗോയും അല്ലെങ്കിൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ വാങ്ങാനായിട്ട് ഒരു തള്ളുണ്ടാവും എന്നാണ് ഞങ്ങൾ ഇന്നലെ കുറച്ച് പേര് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. ചിലരെങ്കിലും എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ആളുകളെങ്കിലും അതിന് മുതിരും. കാരണം അവർക്ക് വണ്ടിയുടെ പാർട്സ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ വണ്ടി നിർത്തി പോവുകയോ ഒന്നൊരു വിഷയമല്ലല്ലോ. പിന്നെ ഡിസ്കൗണ്ടുകളൊന്നും കാര്യമായിട്ട് ഫോർഡ് പറഞ്ഞിട്ടില്ല ഇനിയുള്ള വണ്ടികൾക്ക്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരിത്തിരി സമാധാനമുണ്ട്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വിൽക്കാനായിട്ട് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ തന്നെ പലരും. അപ്പോൾ അതിൽ ഇക്കോസ്പോർട്ടുകളുണ്ട്, ഇക്കോസ്പോർട്ടുകളേ ഉള്ളൂ. ഫോർഡിൻ്റെ ഫിഗോയൊക്കെ ഒരു മാസം മുമ്പേ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അന്നും തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നീക്കം, അതായത് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതായത് ഫോർഡ് മാനുഫാക്ചറിങ് നിർത്തുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇക്കോസ്പോർട്ട് വിൽക്കാനുണ്ടെന്നുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് പഴയ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ. അപ്പം വിചാരിച്ചത് ഫേസ് ലിഫ്റ്റ് വരാൻ പോവാണ്. അപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ പുതിയ വണ്ടികൾ വന്നാൽ ആ വണ്ടികളാണല്ലോ ഇനി ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും ഇതൊക്കെ വിൽക്കുന്നതെന്നാണ് ഞാൻ ഊഹിച്ചത്. പക്ഷേ പിന്നീട് നടന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചതാണ്, നിങ്ങൾ അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, സർവീസുകൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷങ്ങൾക്കെങ്കിലും. ഇപ്പോൾ നമ്മുടെ നിയമപ്രകാരം വണ്ടി കമ്പനി, അതായത് ഒരു മാനുഫാക്ചർ നിർത്തിയാൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് നിർത്തിയാൽ അവരുടെ സപ്പോർട്ട് കുറേ വർഷങ്ങൾ കൂടി നൽകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം എല്ലാ കമ്പനികളും പാലിക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഒരു ഷെവർലെ ഓണറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിയറ്റ് വണ്ടിയുടെ ഓണറാണെങ്കിൽ, ഇപ്പോൾ അപാർത്തിൻ്റെ ഒക്കെ എടുത്തു വരാം, നിങ്ങളൊക്കെ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എവിടെയാണ് സർവീസ് സെൻ്ററുകൾ ഉള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നന്നായിരിക്കും. കാരണം ആ ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വന്നാലോ എന്നുള്ളൊരു സംഭവമുണ്ട്. വേണ്ടി വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഒരു വിശ്വാസം, ഞാനിപ്പോഴും ആ ഒരു ഫോർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അതുപോലുള്ള കമ്പനികളിലേക്ക് ആ ഒരു എത്തിക്സിലും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പ്രൊഫഷണൽ അപ്രോച്ചിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ സർവീസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത ഇക്കോസ്പോർട്ട് അടക്കം ഒരുപാട് വണ്ടികൾ 5 ഇയേഴ്സോളം വാറണ്ടിയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ വാറണ്ടികൾ കൂടി, അപ്പോൾ ആ ഒരു പ്രോമിസ് കൂടി കീപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് വറി ചെയ്യേണ്ടതില്ല. അപ്പോൾ വണ്ടി എടുത്ത ആളുകൾ വറിയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ തോന്നി, ഒരു ക്രേസി ആയിട്ടുള്ള ഐഡിയ തോന്നി, ഓക്കെ ഇക്കോസ്പോർട്ട് ലാസ്റ്റ് ജനറേഷൻ ഇക്കോസ്പോർട്ട് എടുത്താലോ, ഇക്കോസ്പോർട്ട് എനിക്ക് കിട്ടില്ലല്ലോ, ഇന്ത്യയിൽ അങ്ങനെ കിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോന്നി, അതിൻ്റെ ആവശ്യമില്ല, നമുക്കിനി എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വണ്ടി, കാരണം 100 bhp വണ്ടി വീണ്ടും 100 bhp അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട ആവശ്യം. എന്തായാലും ഇക്കോസ്പോർട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹം സ്റ്റിൽ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അതെന്തായാലും നടക്കില്ല. ഷെവർലേക്ക് വന്ന പോലെ, ഫിയറ്റിന് വന്ന പോലെ ഒരു വലിയ വിലക്കുറവ് വണ്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടാവും, അതായത് എല്ലാവരും വണ്ടി വിറ്റൊഴിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ നമ്മളെപ്പോലെ ആളുകൾ തന്നെ ഒരു ഭീതിയിലായിരിക്കും. ഓക്കെ വണ്ടി പോയാൽ എന്ത് ചെയ്യും, വണ്ടി സർവീസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ വന്നാൽ ആരെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പിൽ പോയാൽ പാർട്സ് കിട്ടുമോ, പാർട്സ് കിട്ടിയാലും ഇതിൻ്റെ ചെറിയ കോമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കേസിലെ മൊഡ്യൂൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഉദാഹരണത്തിന് പറയണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ടെൻഷനൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ധാരണ, ഒരു ക്ലിയർ ആയിട്ടുള്ള ധാരണ അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ സർവീസ് നിർത്തണമെന്ന് അവർ പറയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. പിന്നെ ഫോർഡ് ഓടിക്കാൻ രസമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി മാക്സിമം ഞാൻ കീപ്പ് ചെയ്യും. മാക്സിമം കീപ്പ് ചെയ്യുന്നത് എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ കീപ്പ് ചെയ്യും. അതായത് ഇനി ഇതുപോലുള്ള ഒരു 100 bhp ഡീസൽ എഞ്ചിൻ, ഇത്രയും ഒരു റിഫൈൻഡ് ഡീസൽ എഞ്ചിൻ കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും സിമ്പിൾ മെക്കാനിക്സ് ഉള്ള ഒരു ഡീസൽ എഞ്ചിന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പുതിയ ഇക്കോസ്പോർട്ട് തന്നെ DPF ഇഷ്യൂ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു BS6 കൺവേർട്ട് ചെയ്തിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു കാര്യം കൊണ്ടാണല്ലോ ഇഷ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള ഇഷ്യൂസ് ഇല്ലാത്ത, അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ഡീസൽ എഞ്ചിനുള്ള വണ്ടി എന്ന നിലയ്ക്ക് ഫോർഡ് ഫിഗോ ആസ്പെയർ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് വണ്ടി എടുത്ത ആളുകളാണെങ്കിലും നമ്മുടെ ഒരു വീഡിയോസ് കാണുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി തരാൻ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതായത് വാറണ്ടി
പ്രോമിസ് കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് നല്ല ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ സർവീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിയമപ്രകാരം ആ സർവീസ് തരേണ്ട ബാധ്യത ഫോർഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വാങ്ങിയ ആളുകൾ ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഇനി ഫോർഡിൻ്റെ പുതിയ വേർഷൻസ് വന്നാൽ വാങ്ങണം, അല്ലെങ്കിൽ പുതിയ വണ്ടികൾ വന്നാൽ വാങ്ങണമെന്ന് കരുതിയിരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന വണ്ടികളും തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വണ്ടികളായിരിക്കില്ല. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടാണ് ഫിഗോയ്ക്കാണെങ്കിലും ആസ്പെറിനാണെങ്കിലും ഇക്കോസ്പോർട്ടാണെങ്കിലും ഇത്രയും വില കുറവ് ഉണ്ടായിരുന്നു. വില കുറവെന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 45 ലക്ഷം രൂപ എൻഡോറിന് 13 ലക്ഷം രൂപ ഫോർഡ് ഇക്കോസ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വില വ്യത്യാസം ഉദ്ദേശിച്ചത്. ആ ഒരു വിലയ്ക്കൊന്നും ഇനി വണ്ടി കിട്ടിക്കൊള്ളുന്നില്ല. വണ്ടി വരികയാണെങ്കിൽ കേട്ടോ, അവർ വരുന്നെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വരുമെന്ന് തന്നെ കരുതിയിട്ടാണ് ഈ പറയണത്. അതായത് കഴിഞ്ഞ ഫോർഡ് ഫിഗോയുടെ റിവ്യൂസിൽ നമ്മൾ പലയിടത്തും കണ്ടു അവർ ഇന്ത്യ വിടാൻ പോകുന്നില്ല, ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഫിയറ്റ് അല്ലെങ്കിൽ ഷെവർലെ നിർത്തിയ പോലെ നിർത്തില്ല എന്നൊക്കെ കണ്ടു. പക്ഷേ അതൊന്നല്ല സംഭവിച്ചത്. അത് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവർ നിർത്തുന്നു എന്ന് പറയേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എത്രത്തോളം ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയാണോ അതോ ഇനിയിപ്പോൾ അവർ വലിയ പോർട്ട്ഫോളിയോയുള്ള വണ്ടികൾ ഇറക്കാനുള്ള സ്ട്രാറ്റജിയാണോ എന്നുള്ളത് കണ്ടറിയണം. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഇനി വരികയാണെങ്കിൽ കുക പോലുള്ള വണ്ടികളൊക്കെ വന്നാൽ നന്നായിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ കുറച്ചുകൂടി നല്ല എഞ്ചിനും അല്ലെങ്കിൽ നല്ല പെർഫോമൻസും ഉള്ള വണ്ടികളൊക്കെയാണ് പുറത്ത് വിൽക്കുന്നത്. അപ്പോൾ അവരത് ഇമ്പോർട്ട് ചെയ്തോടെ വിൽക്കുമ്പോൾ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള വണ്ടികൾ കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. അതായത് എന്ത് സംഭവിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഒരുപാട് പേര് പറഞ്ഞു ഫോർഡിൻ്റെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഫോർഡ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ ഇന്നലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചറിഞ്ഞ കാര്യം, അത് കേട്ടറിഞ്ഞ കാര്യം, അല്ലെങ്കിൽ പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഫോർഡ് മാനുഫാക്ചറിങ് നിർത്തിയേക്കാണ്. അതായത് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന നമ്മുടെ എക്കണോമിക്കലായിട്ടുള്ള കാറുകളുടെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിർത്തി. ഇപ്പോൾ ഫോർഡിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ കരുതിയത് ഇക്കോസ്പോർട്ടും ഫിഗോയും അല്ലെങ്കിൽ ഫ്രീസ്റ്റൈലൊക്കെ നിൽക്കുള്ളൂ, എൻഡവർ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ എൻഡവർ ഇല്ല എന്നുള്ളതാണ് പിന്നീട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വായിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികളൊന്നും തന്നെ ഇനി പ്രൊഡക്ഷനിലില്ല. അപ്പോൾ റേഞ്ചർ സീരീസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മാക്കി പോലുള്ള ഇലക്ട്രിക് പുതിയ തലമുറ വണ്ടികളൊക്കെ വരുമെന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ വണ്ടികൾ വരികയാണെങ്കിൽ വരട്ടെ, കണ്ടറിഞ്ഞ് കാണാം. അതായത് എന്താണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നോക്കിയിരുന്ന് കണ്ടെത്തി അറിയേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. വരുന്നു എന്ന് പറയുന്നു, വരുമായിരിക്കും എന്ന് കരുതാം. വരികയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഓടിച്ച് നോക്കാം. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. ഇനി ഓണർഷിപ്പിൻ്റെ കാര്യം, 5 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ഫോർഡ് ഫിഗോ ആസ്പെയർ എൻ്റെ കയ്യിൽ തുടരും. അതായത് പ്ലാൻ ബി ആണ് പറയുന്നത്. ഇപ്പോൾ പാർട്സ് കിട്ടിയില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇക്കോസ്പോർട്ടിൻ്റെ പാർട്ട് എന്തായാലും കിട്ടും. ഇപ്പോൾ ഫിഗോ പുതിയ ഫിഗോയിനും കിട്ടും, ഫ്രീസ്റ്റൈലിനും കിട്ടും. അപ്പോൾ 5 വർഷം പഴക്കമുള്ള ഈ ഒരു പർട്ടിക്കുലർ വേരിയൻ്റെ അല്ലെങ്കിൽ മോഡലിൻ്റെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വണ്ടിക്കകത്തുണ്ടല്ലോ. ഐറ്റംസ് എന്ന് പറയുമ്പോൾ സ്പെയർ പാർട്സ്. അപ്പോൾ അത് സംഘടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കിട്ടുമായിരിക്കും. അതായത് ഒരു പ്ലാൻ ബി നമ്മൾ കണ്ടെത്തും. അതായത് ഇപ്പോൾ ഷെവർലെ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ക്രൂസ് പോലുള്ള വണ്ടികളൊക്കെ എപ്പോഴും പൊന്നുപോലെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആസ്പെയർ എന്തായാലും എൻ്റെ കയ്യിലുണ്ടാവും. അതാണ് പറയാനുള്ളത്. ഞാൻ പാനിക് സെല്ലിങ്ങിനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് നിർത്തിപ്പോയല്ലോ വിറ്റ് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ചിന്തഗതിയുള്ള ആളുകളല്ല. അതായത് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഫീലും ഫണ്ണും പവറും ഞാൻ ഇനിയും കുറച്ച് കാലം കൂടി ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ കാര്യത്തിൽ ഇതാണ് കൺക്ലൂഷൻ. ഇപ്പം ഇന്ന് രാവിലെ ഏറ്റവും പുതിയ ഇക്കോസ്പോർട്ട് എടുത്ത ആ ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എടാ വണ്ടി നിർത്തിയെങ്കിലും നമുക്കിത് കൊണ്ടുനടക്കാമല്ലോ, ഇങ്ങനത്തെ വണ്ടികൾ ഇനി ഉണ്ടാവില്ലല്ലോ, അതിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ആ സോളിഡ് ബിൽഡും അല്ലെങ്കിൽ ആ ഒരു ഫീലും ഫണ്ടൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ശരിയാണത്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി മേടിക്കുന്നത് വിൽക്കാനാണ്. എന്ന് വെച്ചാൽ ആദ്യം ചിന്തിക്കുന്നത് റീസെയിൽ വാല്യൂ. ഇപ്പം ഞാൻ പറയാം, ഒരു സന്തോഷമായ കാര്യമാണ് വണ്ടി എടുക്കുന്നത്. സന്തോഷം മാത്രമല്ല, എക്സൈറ്റ്മെൻ്റ് ആണ്, ചിലർക്ക് ഡ്രീം കം ട്രൂ ആണ്, അതുപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വണ്ടി വിൽക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ വിറ്റാൽ എന്ത് കിട്ടുമായിരിക്കും, റീസെയിൽ വാല്യൂ എന്താണ്. ആ ചിന്താഗതി മാറേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വണ്ടി വാങ്ങുന്നത് യൂസ് ചെയ്യാനാവണം, നമ്മൾ വണ്ടി വാങ്ങുന്നത് എൻജോയ് ചെയ്യാനായിരിക്കണം, നമ്മൾ വണ്ടി വാങ്ങുന്നത് ആസ്വദിക്കാനായിരിക്കണം. അപ്പോൾ ഇന്ധനക്ഷമത അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഓടിക്കാൻ ഫണ്ണുള്ള, അപ്പോൾ വിദേശത്തൊക്കെ പോലെ 500 bhp 350 bhp 400 bhp എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ഗണത്തിലേക്ക് നമ്മുടെ വണ്ടികളും വരണം, നമ്മുടെ റോഡുകൾ നന്നാവണം. നമ്മുടെ റോഡുകളിൽ അങ്ങനെ അത്രയും പവറുള്ള വണ്ടികൾ അത്ര സ്പീഡിൽ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കുറഞ്ഞ സ്പീഡിൽ നമുക്ക് പവർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നടന്ന് ആസ്വദിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെങ്കിലും വിൽക്കാനായിട്ട് വണ്ടി വാങ്ങാൻ നിൽക്കരുത് പ്ലീസ്. വണ്ടി വാങ്ങുമ്പോൾ അത് നന്നായി എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് മേടിക്കും. ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോവുക, മാനുഫാക്ചർ നിർത്ത്, എന്തോ ചെയ്തോട്ടെ, നമ്മുടെ വണ്ടി നമ്മുടെ പുറത്ത് കിടക്കും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചു, കുറേ പേരുടെ മെസ്സേജൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തോട്ട്സ് പറയണം എന്നുള്ളത്. ഇപ്പോൾ ആ തോട്ട്സ് പറയാമെന്ന് പറയുമ്പോൾ, ഞാൻ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഇനിയിപ്പോൾ അവരുടെ എന്താ പറയുക ഫോർഡിൻ്റെ സിഇഒയോട് സംസാരിച്ച് അവരുടെ ഡീറ്റെയിൽസ് കിട്ടി, ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരു സാധാരണക്കാരൻ എന്താണ് തോന്നുന്ന ഫീലിംഗ്, ഒരു വണ്ടിയുള്ള ഒരു സാധാരണ ഒരു ഓണർക്ക് ഒരു ഫോർഡിൻ്റെ ഫിഗോ ആസ്പെയർ ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അതാണ് പറയാൻ ശ്രമിച്ചത്. ഇതിന് കാരണം ഞാൻ പറയുമ്പോൾ 2017 ഞാൻ ഈ വണ്ടി എടുത്ത്
ആദ്യം ഞാൻ വണ്ടി എടുത്തു എന്ന് പറഞ്ഞ ഫോട്ടോ അയച്ച ആൾ ചോദിച്ചത് നീ എന്തുകൊണ്ട് ഡിസയർ എടുത്തില്ല എന്നാണ്. നിനക്ക് ഫോർഡ് വിറ്റ വില കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിന്താഗതി, വിറ്റ് കളയണം അല്ലെങ്കിൽ വില കിട്ടണം എന്ന ചിന്താഗതി ആ ഒരു പറഞ്ഞ ആൾക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ കാശിന് എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ ഞാൻ എടുക്കാമെന്ന് വെച്ചു. കാരണം അത് ഇത്ര റൂഡായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്, നമ്മളൊരു വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ തോന്നുന്നൊരു ഫീലുണ്ടല്ലോ, അതാണ്. പക്ഷേ അന്ന് ഞാൻ ചെയ്ത തീരുമാനം മികച്ചതാണെന്ന് എനിക്ക് പറയാം. കാരണം 5 വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടങ്ങൾ കംപ്ലീറ്റ് ഞാൻ ആസ്വദിച്ച് ഓടിച്ചിട്ടുണ്ട്. അതായത് വെറുതെ ഒരു വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, നന്നായി തന്നെ ആസ്വദിച്ച് ഓടിച്ചിട്ടുണ്ട്. ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിന് നേരത്തെ പറഞ്ഞ പോലെ റിലയബിൾ ആയിട്ടുള്ള ബോറിംഗ് കാറിനേക്കാൾ നല്ലത് കുറച്ച് ഇഷ്യൂസ് ഉള്ള നല്ല വണ്ടികളാണെന്ന് ഞാൻ സ്റ്റിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വണ്ടി വാങ്ങുമ്പോഴും അത് വണ്ടിയുടെ കമ്പനിയുടെ മഹത്വമോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു റിലയബിലിറ്റി ഒന്നും ആയിരിക്കില്ല, ഓടിക്കാൻ രസമുള്ള ഫണ്ണായിട്ടുള്ള ഒരു നല്ല കാറായിരിക്കും വാങ്ങുക. അത് ഒരു SUV ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം.